നമ്മൾ റോസാക്കമ്പ് നട്ട് വെച്ചിട്ട് അതിലൊരു പൂമൊട്ടുണ്ടായിട്ട് അതിൽ ആ പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. ഈ 10 മണി ചെടിയിലെ പൂക്കളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടാകുമോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും പൂക്കളെ കണ്ടാലും ചെടികളെ കണ്ടാലും ഒരുപാട് ഇഷ്ടമുണ്ടാവും. എൻ്റെ അനുഭവം പറയുകയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവഴിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ചെടികളുടെ കൂടാണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഒരു നഴ്സറി പോയാലും അല്ലെങ്കിൽ ഏതൊരു വീട്ടിൽ പോയാലും ഞാൻ ഫസ്റ്റ് നോക്കാം മുറ്റത്തുള്ള ചെടികൾ, അല്ലെങ്കിൽ നഴ്സറിയിലാണെങ്കിൽ ചെടികളെ നോക്കുന്ന പണിയാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു ചെടി മതിലിൻ്റെ മുകളിൽ വെച്ച ചെടിയായിരുന്നു കേട്ടോ. 10 മണി ചെടി മതിലിൻ്റെ മുകളിലാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. താഴോട്ട് എടുത്ത് വെച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഭംഗി തോന്നിട്ടോ. മതിലിൻ്റെ മുകളിൽ വെച്ചേക്കാട്ട് ഒരുപാട് ഇങ്ങനെ പൂക്കളെ കാണുമ്പോൾ ഇതൊരു 11 മണിക്ക് എടുത്ത വീഡിയോ കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മുടെ 10 മണി ചെടി എന്തായാലും വാടിപ്പോകും. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ 10 മണി ചെടിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ 2-3 വെറൈറ്റിയേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പൂക്കളൊക്കെ കഴിഞ്ഞ്, പൂക്കൾ കഴിയില്ല, ഒരുപാട് മുട്ടുകൾ പിന്നെയും വരും കേട്ടോ. എന്നാലും നമ്മൾ തണ്ട് നീണ്ടു വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ പൂക്കളെ കിട്ടും കേട്ടോ.